ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കി 18 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോറ്റിയെ അവിടേക്ക് റാന്നിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അല്പസമയം മുൻപാണ് ആ വാഹന വ്യൂഹം റാന്നിയിലെ കോടതി പരിസരത്തേക്ക് എത്തിയത്. കസ്റ്റഡി അപേക്ഷ നിശ്ചയമായും കൊടുക്കും. പോറ്റിയെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം എന്തായാലും പോലീസ് അന്വേഷണ സംഘം SIT മുന്നോട്ട് വയ്ക്കും. ഇന്ന് ജാമ്യാപേക്ഷ നൽകാൻ സാധ്യതയില്ല എന്നാണ് അഭിഭാഷകനെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ CK അഭിലാൽ റിപ്പോർട്ട് ചെയ്തത്. അല്പസമയത്തിനകം കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കും. കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? അഭിലാഷ്, 6 മിനിറ്റ് സമയം കൂടി ബാക്കിയുണ്ട്. പ്രതിയെ SIT സംഘം കോടതി സമുച്ചയത്തിന്റെ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വെളിയിൽ എത്തിച്ചിരിക്കുകയാണ്. പുറത്ത് പ്രതിക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഇരിപ്പിടം ഉണ്ട്. കോടതി ആരംഭിച്ച് ഉടൻ തന്നെ ഒരുപക്ഷെ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും 14 ദിവസത്തേക്ക് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. അതിന് അനുസരിച്ചുള്ള വകുപ്പുകളും കേസിന്റെ ഗൗരവവും റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘാംഗങ്ങൾ കോടതിയെ അറിയിക്കും. അങ്ങനെ സ്വാഭാവികമായി പ്രതീക്ഷിക്കാവുന്ന നടപടി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ തന്നെ കസ്റ്റഡിയിലുള്ള അപേക്ഷ കൂടി കോടതി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയിൽ മറ്റൊന്ന്. അതായത് 2 സാധ്യതകളാണുള്ളത്. ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ എന്നുള്ളത് തൊട്ടടുത്ത ദിവസം പരിഗണിക്കാൻ വേണ്ടി മാറ്റാം. അതല്ല എങ്കിൽ ഇപ്പോൾ തന്നെ പരിഗണിച്ചുകൊണ്ട് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന അത്രയും ദിവസം അനുവദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിനോട് അടുത്ത ഒരു ദിവസത്തേക്ക് അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. അനന്തകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഈ അന്വേഷണ സംഘത്തെ പിന്തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് റാന്നിയിൽ എത്തിയ ആളാണ്. ഈ കേസിന്റെ ഗൗരവം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന അതിനോടടുത്ത ഒരു ദിവസത്തേക്ക് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ അനുവദിക്കാൻ സാധ്യതയുണ്ടോ? ഇന്ന് കസ്റ്റഡി ഇന്ന് അനുവദിക്കാനാണ് സാധ്യത. കാരണം ഇന്ന് അനുവദിക്കപ്പെട്ടില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയും കഴിഞ്ഞിട്ട് ഇനി ചൊവ്വാഴ്ച മാത്രമേ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂ. ഇത്രയും ദിവസം അവധിയാണ്. അപ്പോൾ അതല്ലെങ്കിൽ നാളെ കസ്റ്റഡി ആപ്ലിക്കേഷൻ കോടതി പരിഗണിക്കണം കേസ്. അപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഇവരിനി എന്തെങ്കിലും ഒബ്ജക്ഷൻ പ്രതിയുടെ അഭിഭാഷകൻ പറയുകയാണെങ്കിൽ, കാരണം അവർ ഇതിനകത്ത് ഈ കസ്റ്റഡിയിലെടുത്ത വിധം ശരിയായില്ല, നിയമപരമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിനൊക്കെ വെച്ച് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും അഭിലാൽ, ഇത് തിരുവനന്തപുരത്ത് നിന്ന് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വേഗത്തിലാണ് അവിടെ നിന്ന് വന്നത്. 7 മണിക്ക് വരും എന്നാണ് പറഞ്ഞിരുന്നത്. 7 മണിക്ക്, കാരണം 3-3.5 മണിക്കൂർ എടുത്ത് കോടതി സമയമാകുമ്പോഴത്തേക്ക് എത്താം എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് വൈകി. അവർക്ക് 8:30 ആയപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് വിട്ടത്. പക്ഷേ ആ സമയം അറിയാമല്ലോ, തിരുവനന്തപുരം സിറ്റി ക്രോസ് ചെയ്താണ് വന്നത്. ആ സമയത്ത് സ്കൂൾ സമയമൊക്കെ ആയിരുന്നു. അതിനെ പ്രത്യേക ട്രാഫിക് ക്രമീകരണമൊക്കെ ഒരുക്കി ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് റാന്നി കോടതിയിൽ എത്തി. കോടതി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. ഇനിയിപ്പോൾ നടപടികൾ തുടങ്ങുമ്പോൾ ഇവരുടെ അഭിഭാഷകരോട്ട് അഭിലാൽ സംസാരിച്ചല്ലോ, എന്താണ് അവർ പറയുന്നത്? അഭിഭാഷകൻ, അതായത് പ്രതിയുടെ അഭിഭാഷകൻ വിൽസനുമായി ഞാൻ നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അതായത് ലഭ്യമാകുന്ന അദ്ദേഹത്തിൻ്റെ വിവരമനുസരിച്ച് കോടതിയിൽ എത്തിയെങ്കിൽ മാത്രമേ, റിമാൻഡ് റിപ്പോർട്ടിലൂടെ മാത്രമേ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ രേഖാമൂലം അറിയാൻ കഴിയുകയുള്ളൂ. ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള വിശദാംശങ്ങൾ, ഒപ്പം തന്നെ വകുപ്പുകളുടെ വിശദാംശങ്ങൾ അടക്കമൊക്കെ തന്നെ രേഖാമൂലം അറിയേണ്ടതുണ്ട്. അതിനാൽ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ എതിർപ്പ് ഉന്നയിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റൊരു ദിവസം, അതായത് കുടുംബാംഗങ്ങളുമായി കൂടിയുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷ ഇന്ന് നൽകാൻ സാധ്യതയില്ല എന്ന് അഭിഭാഷകൻ വിൽസൺ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ തൊട്ടടുത്ത ദിവസം എന്നുള്ളത് ഒരുപക്ഷെ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കാം. അതായത് ശനി, ഞായർ, തിങ്കളാഴ്ച ദീപാവലിയുടെ അവധി കൂടി കണക്കിലെടുത്തുകൊണ്ട് ചൊവ്വാഴ്ചയായിരിക്കും പിന്നീട് ഒരു വർക്കിംഗ് ഡേ എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ തിങ്കളാഴ്ചയായിരിക്കും ജാമ്യാപേക്ഷ നൽകുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്ന നടപടി എന്നുള്ളത്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ തന്നെ വിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റ് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നിയമ നടപടി അതുതന്നെയായിരിക്കും. എന്തായാലും ആദ്യഘട്ടത്തിൽ 14 ദിവസത്തേക്ക് തന്നെ റിമാൻഡ് ചെയ്യും. പിന്നീട് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടർ നടപടികളും ഉത്തരവും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലേ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗോൾഡ് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഈ സ്വർണം റിക്കവർ ചെയ്തതിന് ശേഷം മറ്റ് നടപടികളിലേക്ക്, അതായത് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തവും ഗൂഢാലോചന സംബന്ധിച്ച് ഒരു മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ നൽകിയിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥർക്ക്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ കുറച്ച് ഉന്നതരായ ആൾക്കാർക്കുമൊക്കെ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല
ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്പോൺസറായി എത്തുന്ന കാലം മുതൽ തന്നെ ഒരു ആസൂത്രണങ്ങൾ ആരംഭിച്ചു. ഒരു വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് ഉദ്യോഗസ്ഥർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കം ചേർന്നുകൊണ്ടുള്ള ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളവർക്കപ്പുറം മറ്റ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ അങ്ങനെയുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. മറ്റൊന്ന്, ഇതിൽ ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ചില പേരുകൾ. അതിൽ ഒന്ന് പങ്കജ് ഭണ്ഡാരിയാണ്, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ, മന്ത്രയുടെ ഉടമ. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇതുവരെ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടില്ല. മറ്റൊന്ന് നാഗേഷ്, കൽപേഷ്. ഈ രണ്ട് പേരുകൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർച്ച വന്നിട്ടില്ല. പക്ഷേ നാഗേഷിനെ സംബന്ധിച്ച് ചില തീർപ്പുകളുണ്ട്. അത് ഈ അനന്തസുബ്രഹ്മണ്യം ഈ 2019 സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിൽ എത്തിക്കുമ്പോൾ ഏറ്റുവാങ്ങിയ ആളാണ്. അയാളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിൽ 39 ദിവസം കയ്യിൽ വെച്ച ശേഷം ഈ പാളി എത്തിച്ചത്. അതിനുശേഷം കൽപേഷിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് അയാൾ ഒരു സ്വർണ്ണ ഇടപാടുകാരനാണ്. ഒരു പക്ഷേ അതൊരു ജുവലറി ഉടമയോ മറ്റോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അയാളെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റഡി എത്രയും വേഗം കിട്ടുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ആവശ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുപോകുന്നതിനും അപ്പുറം ഈ സ്വർണം റിക്കവർ ചെയ്തെടുക്കുക. ഇത് ഒരു പക്ഷേ ഈ സ്വർണ്ണപ്പാളി ഉരുക്കി ഗോൾഡാക്കി മാറ്റി എന്നാണ് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണക്കട്ടി എവിടെയാണ്, ആരുടെ കൈവശമാണുള്ളത്? അതല്ല ഇത് ഉരുക്കാതെ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് കൈമാറിയിട്ടുള്ളത് ആരാണ്? അപ്പോൾ ആ രണ്ട് കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് ഏകദേശ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് അത്രയും വേഗം ഇന്ന് രാവിലെ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അറസ്റ്റുമൊക്കെ കഴിഞ്ഞ് 24 മണിക്കൂർ, ഇപ്പം ഇന്നും വെളുപ്പിനെ 3 മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും സമയം നാളെ കൊണ്ട് ഹാജരാക്കിയാലും മതി. അപ്പോൾ അത്രയും സമയം അവർക്കുണ്ടായിരുന്നു. അതിനൊന്നും കാത്തു നിൽക്കാതെ അവരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, മെഡിക്കൽ എടുക്കുന്നു. പുലർച്ചെ 4 മണിക്ക് മെഡിക്കൽ എടുക്കുന്നു, നേരെ രാവിലെ റാന്നി കോടതിയിലേക്ക് വരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് മറ്റ് നിയമ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഉദ്ദേശമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഇനിയും ഏറ്റവും നിർണായകമായ തെളിവായി ലഭിക്കാനുള്ളത് 2019 സന്നിധാനത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള ചെമ്പുപാളികൾ എന്ന രേഖയിൽ പറയുന്ന സ്വർണം പൂശിയ പാളികൾ തന്നെയാണ്. ഒരു പക്ഷെങ്കിൽ ഇത് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു ഏറെക്കുറെ ധാരണ അന്വേഷണ സംഘത്തിനുണ്ടാകുമെന്ന് തന്നെ കണക്കാക്കാം. എന്തായാലും ഇതര സംസ്ഥാനത്തുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ദേവസ്വം വിജിലൻസിന്റെ വലിയൊരു കണ്ടെത്തലുണ്ട്. അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ 2019 ജൂലൈയിൽ സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങുന്നത്, ദേവസ്വം ബോർഡിന്റെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സുഹൃത്താണ്. ഇയാൾ ഈ അനന്തസുബ്രഹ്മണ്യം ഈ പാളിയുമായി നേരെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമാനുസൃതം പോകേണ്ടത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ്. പക്ഷേ ഇയാൾ പോയത് ബംഗളൂരുവിലാണ്. അവിടെ പോയിട്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നില്ല. ദേവസ്വം വിജിലൻസ് അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഡയറക്ഷൻ വരികയാണ് പിറ്റേ ദിവസം ഇത് ഹൈദരാബാദിൽ കൊണ്ടുവന്ന് നാഗേഷിന് കൈമാറുക എന്നുള്ളത്. അയാൾ പിറ്റേന്ന് തന്നെ നാഗേഷിന് കൈമാറി. നാഗേഷിന്റെ പക്കൽ പിന്നീട് നാഗേഷ് ആണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ പാളിയുമായി എത്തുന്നത്. അത് 39 ദിവസത്തിന് ശേഷമാണ്. അവിടെയാണ് ഒരു അട്ടിമറി നടന്നിട്ടുണ്ടാവുക എന്ന് അന്വേഷണ സംഘങ്ങൾ സംശയിക്കുന്നത്. അപ്പോൾ നാഗേഷിന്റെ പക്കൽ എന്ത് സംഭവിച്ചു? നാഗേഷിനെ പറ്റി ദേവസ്വം വിജിലൻസ് ലഭിച്ചിരിക്കുന്ന സൂചന അയാൾ ഒരു ഈ ചെമ്പിൽ ഇതിന്റെ മോൾഡ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മോൾഡിൽ നിന്ന് ചെമ്പിൽ ഇതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മിടുക്കനായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ അവിടെ എന്തായാലും ചെയ്തിട്ടുണ്ടാവുക ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ പാളിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും. അവിടെ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാകും 39 ദിവസം എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നാഗേഷിന് ഈ പുതിയ കോപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ജോലിയായിരുന്നു, അയാളുടെ റോൾ അതായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് യഥാർത്ഥ യഥാർത്ഥ സ്വർണ്ണപ്പാളിക്ക് എന്ത് സംഭവിച്ചു? അത് ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തി എടുത്തോ? അതല്ല അത് ഭക്തിയുടെ മാർക്കറ്റിൽ വിട്ടിട്ടുണ്ടോ? അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് ഉരുക്കി സ്വർണം വേർപെടുത്തി എടുത്തെങ്കിൽ ഇതൊരു വലിയ റാക്കറ്റാണ്, ഉദ്യോഗസ്ഥരടക്കം വരുന്ന വലിയൊരു റാക്കറ്റാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സ്വർണ്ണവില വെച്ച് നോക്കുമ്പോൾ അതിനത്രമേ മൂല്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വീതിച്ചെടുക്കുമ്പോൾ അത്ര വലിയ തുക ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും ഒറിജിനൽ പാളി ഭക്തിയുടെ മാർക്കറ്റിൽ വലിയ വിലയ്ക്ക് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനുള്ള പദ്ധതി കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2020-ലും 2024-ലും ഒക്കെ കത്തിടപാട് നടക്കുകയും 2025-ൽ വീണ്ടും ഈ സ്വർണ്ണപ്പാളിയുമായി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോകേണ്ടി വരികയും അവിടെ റെജിലാൽ എന്ന് പറയുന്ന തിരുവാഭരണം കമ്മീഷണർ ഉടക്ക് വെക്കുകയും അങ്ങനെ ഇയാളുടെ കയ്യിൽ ഒറ്റയ്ക്ക് കൊടുത്തുവിടാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുകയും ദേവസ്വം ബോർഡ് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയെ കൂട്ടി വിടുകയും ഒക്കെ ചെയ്യുകയും പിന്നെ ഈ സംഭവങ്ങളിലേക്കൊക്കെ വരികയും ചെയ്തത്. ഏതായാലും ഒന്നുകിൽ ഹൈദരാബാദിൽ നിന്ന് ഒറിജിനൽ പാളി മറ്റെവിടെയൊക്കെയോ പോയി, അതല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ഉരുക്കി
ഗോൾഡ് വേർപെടുത്തിയെടുത്തു. അപ്പോൾ രണ്ട് കാര്യത്തിലും റിക്കവറി ആവശ്യമാണ്. അത് സംബന്ധിച്ച് എന്താണ് ഹൈദരാബാദിൽ നടന്നത്, നാഗേഷ് വഴി എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് ചില ഉത്തരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു വീട്ടിൽ നിന്ന്. അതിനുശേഷം ഇയാൾ എവിടെയാണെന്ന് അറിയില്ല, അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. പിന്നീട് വൈകുന്നേരമാണ് ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സമയത്ത് മാത്രമാണ് ഇഞ്ചക്കലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അതിനിടയിൽ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇയാൾ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിട്ടു പറഞ്ഞിട്ടുണ്ടാവില്ല. കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ഇയാളിൽ നിന്ന് കിട്ടേണ്ടതും മാത്രമല്ല, ഇയാൾ കുറ്റം സമ്മതിക്കണമല്ലോ. ആ കുറ്റസമ്മതം അടക്കം നടന്നിട്ടുള്ളത് പുലർച്ചെയോടെയാണ്. അതുകൊണ്ടാണ് 3 മണിക്ക് ആ മൊഴിയിലേക്ക് എത്തുമ്പോഴേക്കും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ബാക്കി നടപടികളിലേക്ക് പോകുന്നു, പെട്ടെന്ന് തന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് അതിവേഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി SITയുടെ മുന്നിലുള്ള ഒരു അടുത്ത നീക്കം. അതിനുവേണ്ടിയിട്ടാണ് വളരെ ധൃതി പിടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ റാന്നി കോടതിയിൽ എത്തിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിയിലേക്ക് പോകുന്നത്.